പുതിയ സഖ്യം റഷ്യ, ചൈന, ഇന്ത്യ ഈ മൂന്ന് പേരുമായി രൂപപ്പെടുമ്പോൾ വലിയ പ്രതീക്ഷയാണ് ലോകത്തിന് ഉള്ളത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ചൈന എന്ന് പറയുന്നത് ആഗോള കയറ്റുമതിക്കാരാണ്. അവർക്ക് കയറ്റുമതി ചെയ്യാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല എന്നാണ് പറയപ്പെടുന്നത്. അമേരിക്കയിലേക്ക് പോലും ചൈന പല കാര്യങ്ങളും കയറ്റുമതി ചെയ്യുന്നു. ഇന്ത്യ എന്ന് പറയുന്നത് ആഗോള വിപണിയാണ്. അതായത് ചൈനയ്ക്ക് കയറ്റുമതി ചെയ്യാൻ കെൽപ്പുണ്ടെങ്കിൽ അത് വാങ്ങിക്കാനുള്ള കെൽപ്പ് ഇന്ത്യക്കുണ്ട് എന്നുള്ളതാണ്. റഷ്യ എന്ന് പറയുന്നത് ആഗോള ആയുധ ഭീമനാണ്. അതായത് അവരുടെ കയ്യിലില്ലാത്തതായിട്ടുള്ള ആയുധങ്ങളില്ല എന്നാണ് പറയപ്പെടുന്നത്. ഈ മൂന്ന് രാജ്യങ്ങളിലും മാത്രമാണ് അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങൾ ഇല്ലാത്തതും അമേരിക്ക ഭയപ്പെടുന്നതും. ഇപ്പോഴിതാ ചൈനയ്ക്ക് 90 ദിവസത്തെ ഇളവ് കൂടെ ട്രംപ് കൊടുത്തിരിക്കുകയാണ്. എന്നാൽ ഇന്ത്യക്ക് ട്രംപ് അത് തരില്ല. കാരണം ഇന്ത്യ ആഭ്യന്തര വിപണിയാണ്. ആ വിപണിയിലേക്ക് ട്രംപിന് അവിടുത്തെ സാധനങ്ങൾ ഇറക്കണം. ചൈനയ്ക്ക് ട്രംപ് താരിഫിൽ ഇളവ് കൊടുത്തത് ചൈനയിൽ നിന്ന് സാധനങ്ങൾ ട്രംപിന് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ്. എന്തു തന്നെയായിരുന്നാലും ചൈന റെയർ മിനറൽസ് അടക്കം അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്കയിലെ പ്രതിരോധ മേഖല പോലെ സ്തംഭിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാനായി സാധിക്കുന്നത്. ഇപ്പോഴിതാ ചൈന അവരുടെ ടെക് ഭീമന്മാരോട് പറഞ്ഞിരിക്കുന്നത് അമേരിക്കൻ, അതായത് US മെയ്ഡ് NVIDIA H20AI ചിപ്പുകൾ മേടിക്കരുത് എന്നാണ്. ഇതോടുകൂടി വലിയ രീതിയിലുള്ള കോളിളക്കം ഈ മേഖലയിൽ സൃഷ്ടിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ ചിപ്പുകൾ അവരുടെ കയ്യിൽ നിന്ന് മേടിക്കേണ്ട എന്ന് ടെക് ഭീമന്മാരോട് പറഞ്ഞിരിക്കുന്നു. ന്യൂ ഇമർജിംഗ് വേൾഡ് ഓർഡർ എന്ന രീതിയിലാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് പുതിയ ലോകക്രമം വരുന്നു എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ചൈന വെൽക്കംസ് PM മോഡീസ് SCO സമ്മിറ്റ് വിസിറ്റ് കോളിംഗ് ഇറ്റ് എ ഗാദറിംഗ് ഓഫ് ഫ്രണ്ട്ഷിപ്പ്. അതായത് അമേരിക്കയ്ക്ക് ഒരു കൊട്ടുകൊടുക്കുമ്പോൾ ചൈന ഇന്ത്യയിലേക്ക് സൗഹൃദത്തിൻ്റെ കരങ്ങൾ നീട്ടുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി SCO സമ്മിറ്റിന് വരുന്നത് സൗഹൃദത്തിന് വേണ്ടിയിട്ടാണ് എന്ന് ചൈന പ്രധാനമായും പറയുകയാണ്. ഇന്ത്യ ആൻഡ് ചൈന വിൽ റെസ്യൂം ഡയറക്റ്റ് ഫ്ലൈറ്റ് ആഫ്റ്റർ ഇയേഴ്സ്. അതായത് ഇന്ത്യയും ചൈനയും ഡയറക്റ്റ് ആയിട്ടുള്ള ഫ്ലൈറ്റുകൾ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിമാന സർവീസുകൾ കൃത്യമായി ഇപ്പോൾ പുനരാരംഭിക്കാൻ പോവുകയാണ്. ചൈന എൻഡ്സ് ആൻറ്റി ഡംപിംഗ് പ്രോബ് ഓൺ ഇന്ത്യസ് ഹാലോജനേറ്റഡ് ബ്യൂട്ടൈൽ റബ്ബർ കീപ്സ് പെനാൽറ്റീസ് ഓൺ കാനഡ ആൻഡ് ജപ്പാൻ എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നു. പോരാത്തതിന് 2021 ശേഷം ഡീസൽ കാർഗോ നമ്മൾ ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. അമേരിക്കയെ അടിക്കുകയും RIC എന്ന് പറയുന്ന റഷ്യ, ഇന്ത്യ, ചൈന സഖ്യം ഉയർന്നു വരികയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.